പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. എന്തായാലും കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലായിരുന്നു. സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം 100 വർഷത്തെ പഴക്കമുള്ള പ്രസ്ഥാനമാണ്. അതിലേറ്റവും കൂടുതൽ കാലം സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായ നേതൃത്വമാണ് എല്ലാ കാലത്തും ഭരിക്കുന്ന ഭരണകക്ഷികളെ, അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാളും കാണാറുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പല പ്രാവശ്യം കണ്ടതാണ്, കേരള യാത്രയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ പരാതികൾ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുന്നു ഇവരിൽ തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. അത് മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ 16-ാം തീയതി നൽകി. പ്രധാനമന്ത്രി അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് വിവാദമായി മാറുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രശ്നം നേരിടുന്നില്ല, അവർ പൂർണ്ണമായി സംതൃപ്തരാണ് എന്ന രീതിയിൽ പറഞ്ഞ രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് വലിയ തോതിൽ വിവാദമാണ്. കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ മോദി കാലത്ത് വലിയ തോതിൽ അവർ നേരിടുന്നത് തന്നെ നേരത്തെ പലതവണ ക്യാമ്പയിനുകളായിട്ട് സംഘടന നോക്കുന്നതാണ്. ഈ തരത്തിലൊരു പ്രസ്താവന വലിയ വിവാദമാണ്. എന്താണ് പല അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിന് കീഴിൽ സുരക്ഷിതമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പൂർണ്ണമായ ജനാധിപത്യത്തോടുകൂടെ ജീവിക്കുന്നു എന്ന നിലയിൽ സുരക്ഷിതരാണല്ലോ. ഞങ്ങൾ എന്നും പറയുന്നതാണ്. പിന്നെ പ്രശ്നങ്ങൾ, പരാതികൾ, പ്രയാസങ്ങൾ അത് ഞങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട്. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായ പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടനയുണ്ട്, കോടതി സംവിധാനങ്ങളുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനാണല്ലോ വിശദീകരിക്കേണ്ടത്. അപ്പോൾ അത് ഉസ്താദ് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയതുമാണല്ലോ. പറഞ്ഞത് എന്താണ്, ഉപേക്ഷിക്കുന്നത് എന്താണ്, പിന്നെ വേറുള്ളവരല്ലല്ലോ അത് വിശദീകരിക്കേണ്ടത്.